എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സോയാ ചങ്ക്സ് പുലാവാണ്. അതിനായി സോയാ ചങ്ക്സ് തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചതും അതോടൊപ്പം വെജിറ്റബിൾസ് തക്കാളിയും ഉള്ളിയും എന്തായാലും വേണം. മറ്റുള്ള വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഇവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് പകരം വേണമെങ്കിൽ ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം. ഇവയൊക്കെ ചെറുതായി അരിഞ്ഞതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 കപ്പ് തൈര്. ഇവ കൂടി ചേർത്ത് നന്നായി കൈവച്ച് തന്നെ ഒന്ന് യോജിപ്പിച്ച് അല്പസമയം അടച്ചു വയ്ക്കണം. പിന്നീട് ആവശ്യത്തിനുള്ള അരി കൂടി കഴുകി മാറ്റി വയ്ക്കുക. ഒരു കുക്കറിലോട്ട് അല്പം സൺഫ്ലവർ ഓയിലും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി, നെയ്യ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഗരം മസാല കൂട്ടുകളായ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും വെജിറ്റബിൾസ് മിക്സും അതോടൊപ്പം കഴുകി വെച്ച അരിയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ, അലൂമിനിയം കുക്കറാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം മതി, സ്റ്റീൽ കുക്കറാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിൽ ഒഴിച്ച് 2 വിസിലടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള സോയാ ചങ്ക്സ് പുലാവ് തയ്യാറായി.